നാലാമത്തെ ഹീറ്റ്സ് മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സെന്റ് ജോർജ്, അതോടൊപ്പം തന്നെ നടുഭാഗം ചുണ്ടൻ, നിരണം, ആയാപ്പറമ്പ്, വലിയ ദിവാൻജി എന്നിങ്ങനെ 4 ചുണ്ടൻ വള്ളങ്ങളാണ് നാലാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്നത്. 1964 നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട സെന്റ് ജോർജ് 52-ലും 1952-ലും 2019-ലും ആദ്യ പ്രഥമ ചാമ്പ്യന്മാരായിട്ടുള്ള നടുഭാഗം ചുണ്ടനും ഒപ്പം നിരണം, അതോടൊപ്പം തന്നെ ആയാപ്പറമ്പ്, വലിയ ദിവാൻജി. ഏറ്റവും എടുത്തു പറയേണ്ട വള്ളംകളി പ്രേമികൾ കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ട്, അതായത് UBC കൈനകരിയും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും തമ്മിൽ മത്സരിച്ചപ്പോൾ 1 സെക്കൻഡിന്റെ വ്യത്യാസം മാത്രം. 4.22 പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്, 4.23 UBC കൈനകരി. തലവണി ചുണ്ടനും മേപ്പാടിനും തമ്മിലുള്ള വ്യത്യാസം 1 സെക്കൻഡ് മാത്രം. ഇനി ഫൈനലിലേക്ക് വരുമ്പോൾ ഉള്ള കാഴ്ച എന്തായിരിക്കും? കാരിച്ചാൽ ചുണ്ടൻ എന്ന് കാണേണ്ടത്. കാരിച്ചാൽ ചുണ്ടൻ വളരെ പിന്നിലാണ്. 4.30. നോക്ക്, 4.22. 8 സെക്കൻഡ് വ്യത്യാസമുണ്ട്. മേപ്പാടൻ ഇത്തവണ മേൽക്കൈ നേടുമെന്ന് കണ്ണന് സംശയമുണ്ടോ? ഒരു സംശയമില്ല. കാര്യമില്ല. അവിടെ മോഹൻലാൽ എന്ന് പറഞ്ഞിരിക്കുന്ന കാരിച്ചാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. മേപ്പാടൻ ഇനി വരാൻ പോകുന്ന വള്ളങ്ങളുടെ ഒരു കാര്യം കൂടി നമുക്ക് പരിശോധിക്കട്ടെ. നമുക്ക് കാഴ്ച കാണണ്ടേ? ആ വരുന്ന വള്ളങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല. അവിടെ നടുഭാഗം ചുണ്ടൻ അതിഭീകരമായ മത്സരമാണ്. പുന്നമട ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന നടുഭാഗം ചുണ്ടൻ രണ്ടാമത്തെ ട്രാക്കിൽ പാഞ്ഞു വരുന്നു. 1, 2, 3 ട്രാക്കുകളിൽ സെന്റ് ജോർജ് ഉണ്ട്. പഴയ വള്ളമാണ് സെന്റ് ജോർജ് വള്ളം. സെന്റ് ജോർജ് വള്ളം തുഴയുന്നുണ്ട്. അതുപോലെ തന്നെ നടുഭാഗം അപ്പർ കുട്ടനാട്ടിൽ നിന്നുള്ള വള്ളമാണ് നിരണത്തെ നമ്മൾ വെറുതെ കളയരുത്. നിരണം കണ്ണസ കവികളുടെ നാട്ടിൽ നിന്ന് വരുന്ന, തിരുവല്ലയിൽ നിന്ന് വരുന്ന വള്ളമാണ്. തുഴഞ്ഞു വരുന്ന കാഴ്ച കണ്ടോ? നടുഭാഗത്തിന് മുന്നിലേക്ക് ഇതാ നിരണം വളരെ വളരെ വ്യക്തമായ മേൽക്കൈ നേടിക്കൊണ്ട് നിരണം മുന്നോട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആയാപ്പറമ്പ്, വലിയ ദിവാൻജി നാലാമത്തെ ട്രാക്കിൽ. ഒരു സംശയം വേണ്ട, പുന്നമഴയുടെ വിരിമാനിൽ വരുമ്പോൾ പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നെടുഭാഗത്തിന് ഒന്നാമത്, അല്ലാതെ മുന്നിൽ കയറി വരാതിരിക്കാൻ പറ്റില്ലല്ലോ. നെടുഭാഗം മുന്നോട്ട് വരുന്നൊരു കാഴ്ച. ആ ഒരു കാഴ്ച വേണോ? എന്തൊരു കാഴ്ചയാണ്! വെള്ളത്തുള്ളികളെ തെന്നിമാലിച്ചുകൊണ്ട് വരുന്നൊരു കാഴ്ച. ഏതാണ്ട് അര വള്ളപ്പാടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. വള്ളപ്പാടിൽ വളരെ കൃത്യമായ രീതിയിലേക്ക് മുന്നേറ്റമാണ് നടുഭാഗം ചുണ്ടൻ നയിക്കുന്നത്. നിരണം പിന്നിലുണ്ട്. നിരണവും അതോടൊപ്പം തന്നെ ഒന്ന് തുഴ മാറ്റിയിരിക്കുന്നു. അതെ, സംശയിക്കേണ്ട നിരണം ബോട്ട് ക്ലബ്ബാണ്. ആയാപ്പറമ്പ്, വലിയ ദിവാൻജിയെയും സെന്റ് ജോർജിനെയും മാറ്റി നിർത്തിക്കൊണ്ട് നിരണം ബോട്ട് ക്ലബ്ബ് നടുഭാഗം വീണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. നാലാമത്തെ ഹീറ്റ്സില് ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഫിനിഷിംഗ് ബോർഡിലേക്ക് എത്തുമ്പോൾ ഇതാ അവിടെ നടുഭാഗമാണോ നിരണമാണോ? മാറ്റിയിരിക്കുന്നു. നടുഭാഗം തുഴമാറ്റി. പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴമാറ്റി. അവസാന നടുഭാഗം വ്യക്തമായിട്ടുള്ള മുൻതൂക്കം നേടിയിരിക്കുന്നു. നടുഭാഗം പറയാൻ പറ്റില്ല. കാര്യം നടുഭാഗവും നിരണവും ഒരുമിച്ച് വരികയാണ്. ഒരു തുഴ പോലും വ്യത്യാസമില്ല. കണ്ടില്ലേ? ഒരേ താളത്തിൽ ഒരേ വേഗത്തിൽ ഒപ്പത്തിനൊപ്പം മുന്നേറിക്കൊണ്ടിരിക്കുന്ന നടുഭാഗവും നിരണവും. സംശയിക്കേണ്ട കാര്യമില്ല. നിരണം അല്ല, നടുഭാഗമാണ്. അതൊരു മൈക്രോ സെക്കൻഡുകൾക്ക് മാത്രമാണ് നടുഭാഗം ചുണ്ടൻ. പുന്നമട ബോട്ട് ക്ലബ്ബ് നയിച്ച നടുഭാഗം ചുണ്ടൻ നാലാമത്തെ ഹീറ്റിൽ. പുന്നമടയിൽ നിന്നുള്ള ബോട്ട് ക്ലബ്ബാണ്. പുന്നമടയിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ നാട്ടിലാണ് നടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ജയിച്ചേ പറ്റൂ. ഒരു ഹീറ്റ്സിലെങ്കിലും അവർക്ക് ജയിച്ചേ പറ്റൂ. നിരണത്തു നിന്ന് അപ്പർ കുട്ടനാട്ടിൽ നിന്ന് വന്ന പുന്നമട കായലിൽ ഒരു വിപ്ലവം നടത്തിയിട്ടുണ്ട്. അവിടെ സംശയിക്കേണ്ട കാര്യമില്ല. നല്ല മത്സരമായിരുന്നു. വ്യക്തമായ സമയമുണ്ട്, മികച്ച സമയമുണ്ട് ഹീറ്റ്സിലേക്ക്. അവിടെ നടുഭാഗം ചുണ്ടന് നല്ല മത്സരം കാഴ്ചവെച്ചു കൊടുത്ത നിരണം ബോട്ട് ക്ലബ്ബ് വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരത്താണ് കാഴ്ചവെച്ചിരിക്കുന്നത്.